ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നന്ദന്റെ അരികിലെത്തി അർച്ചന സംശയത്തോടെ തന്റെ സങ്കടം പറഞ്ഞു. അനൂപേട്ടന്റെ കയ്യിൽ നിന്ന് ആ പണം മോഷ്ടിക്കപ്പെട്ടുവെന്നും അനൂപേട്ടൻ ഇനി എന്ത് ചെയ്യുമെന്ന് എന്നെ വിളിച്ച് ചോദിച്ചത് എന്ന് നന്ദനോട് അർച്ചന ആശങ്ക അറിയിച്ചു. അത് കേട്ട ഉടനെ നന്ദൻ പറഞ്ഞു, എന്തായാലും ഈ പണം മോഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അനൂപിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നത് അവന്തികയാണെന്നല്ലേ അർച്ചനയുടെ സംശയം. എന്റെ ബലമായ സംശയവും അതുതന്നെയാണ്. കാരണം ഇന്നേ ദിവസം നമ്മുടെ കമ്പനിയിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആകുന്നതാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാൾ മാത്രമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവന്തികയെ സംശയിക്കുന്നത്. ഈ സംശയം സത്യമാണോ എന്ന് കണ്ടെത്താനാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത്. അത് നേരിട്ട് തന്നെ നമ്മൾ അവന്തികയോട് ചോദിച്ചാൽ അവൾ ഒരു കാരണവശാലും സത്യം പറയാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇത് അനൂപിന്റെ മേൽ കെട്ടിവെക്കാനുള്ള അവളുടെ ശ്രമം കൂടിയാണ്. അനൂപ് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്ന് എനിക്കും ഇവിടെ ഉള്ളവർക്കും അർച്ചനയ്ക്കും വ്യക്തമായിട്ടറിയാം. എങ്കിലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് അവന്തികയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് അവൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയിരിക്കുന്നത്. എന്തായാലും അവളുടെ ഈ ഒരു തന്ത്രം അത് പൊളിച്ചെടുക്കാനായി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും അത് ഇച്ചിരി റിസ്ക് പിടിച്ച കാര്യം കൂടിയാണ്. എങ്കിലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ അവന്തികയാണോ എന്ന് കണ്ടെത്താൻ സാധിക്കും എന്ന് നന്ദൻ അർച്ചനയോട് അറിയിച്ചു. എന്തായാലും നന്ദേട്ടൻ എന്താ വഴിയെന്ന് ഒന്ന് പറ എന്ന് അർച്ചന അറിയിച്ചു. എന്താ വഴിയെന്ന് നന്ദേട്ടൻ ഒന്ന് പറ, ഞാൻ അതുപോലെ ചെയ്യാം എന്ന് അർച്ചന പറഞ്ഞു. അത് കേട്ടത് നന്ദൻ പറഞ്ഞു, എന്തായാലും ഇനി ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ പറയുന്നത് പോലെ തന്നെ അർച്ചന ചെയ്യുക. എന്തായാലും ഇത് ഒരു റിസ്ക് പിടിച്ച കാര്യമാണ് എന്ന് പറഞ്ഞ് അർച്ചനയോട് ആ ഐഡിയ എന്താണെന്ന് നന്ദൻ പറഞ്ഞു കൊടുത്തു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും അർച്ചന ആകെ ടെൻഷനോട് ചോദിച്ചു, നന്ദേട്ടാ ഇത് മറ്റൊരു രീതിയിലായാൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഒന്നും നടന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു, അതെ, അങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ റിസ്ക് ആണ്, വാദി പ്രതിയായി മാറുന്ന കാര്യമാണ്. പക്ഷേ എന്തായാലും അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ധൈര്യപൂർവ്വം ഇങ്ങനെ ഒരു നീക്കം നടത്തിക്കും. പിന്നെ ഇതിന്റെ പിന്നിൽ അവന്തികയാണ് കളിച്ചതെന്ന് അറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവന്തിക ഈ വീട്ടിലുണ്ടാവില്ല. അത് ഞാൻ അർച്ചനയ്ക്ക് വാക്ക് തരാം. പിന്നെ അവന്തികയുടെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും. അതോർത്ത് അർച്ചന ടെൻഷൻ ആവേണ്ടതില്ല. അവന്തികയാണ് ഇതിന് പിന്നിൽ കളിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് ഇതിനുള്ള ശിക്ഷ നൽകുകയും ചെയ്യും എന്ന് നന്ദൻ അർച്ചനയോട് അറിയിച്ചു. അതെല്ലാം കേട്ടതിന് ശേഷം അർച്ചന പറഞ്ഞു, ശരി നന്ദേട്ടാ, എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോ അർച്ചനയ്ക്ക് ആകെ ലക്ഷ്യം അനൂപിനെ നിരപരാധിയാണ് എന്ന കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ്. അത് കേട്ട അർച്ചന നന്ദനോട് പറഞ്ഞു, നന്ദേട്ടാ, എന്റെ അനൂപേട്ടന്റെ നിസ്സഹായാവസ്ഥയും സത്യാവസ്ഥയും മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ, എന്റെ അനൂപേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ റിസ്ക് തീർച്ചയായും നടപ്പിലാക്കും എന്ന് അർച്ചന അറിയിച്ചു. അതിനുശേഷം സേതുമാധവന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. സേതുമാധവൻ കോൾ എടുത്തതും മാളവിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിരുന്നു വിളിച്ചിരുന്നത്. അവരോട് വിശേഷം ചോദിച്ച സേതുമാധവനോട് അവര് ഇന്ന് കിട്ടേണ്ടിയിരുന്ന ഫണ്ട് കിട്ടിയില്ല എന്നുള്ള വിവരം അറിയിച്ചു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാൻ എന്തായാലും മക്കളോടൊന്ന് ചോദിക്കട്ടെ, അതിനുശേഷം വിളിക്കാം എന്ന് പറഞ്ഞ് സേതുമാധവൻ ഫോൺ വെച്ചിട്ട് അല്പനേരത്തേക്ക് ആലോചിച്ചു. അപ്പോഴാണ് സേതുമാധവന്റെ ഫോണിലേക്ക് അടുത്ത കോള് വന്നത്. കോൾ എടുത്ത് അറ്റൻഡ് ചെയ്ത സേതുമാധവനോട് വീണ്ടും അടുത്ത ആള് വിളിച്ച് അന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആകാത്തതിനെ കുറിച്ച് പരാതിപ്പെട്ടു. എല്ലാം കേട്ടതിന് ശേഷം സേതുമാധവൻ പറഞ്ഞു, ഞാൻ എന്തായാലും മക്കളോടൊന്ന് ചോദിക്കട്ടെ, ഇപ്പോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മക്കളാണ്, അതുകൊണ്ട് അവരോടൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് സേതുമാധവൻ ഫോൺ വെച്ചിട്ട് വേഗം റൂമിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴാണ് അവന്തിക്ക് അകത്തേക്ക് എത്തിയത്. അച്ഛൻ മരുന്ന് കഴിച്ചില്ലേ എന്ന് ചോദിച്ചതും സേതുമാധവൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മരുന്നും മന്ത്രവും ഒക്കെ പിന്നെ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് സേതുമാധവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി. എന്താ കാര്യം എന്നറിയാനായിട്ട് അവന്തികയും സേതുമാധവന്റെ പിന്നാലെ പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും സേതുമാധവൻ ഹാളിലേക്ക് എത്തിയിട്ട് നന്ദനെ വിളിച്ചു. നന്ദ എന്ന് ഉറക്കെ വിളിച്ചതും പുറത്തുണ്ടായിരുന്ന നന്ദൻ അകത്തേക്ക് എത്തി. എന്താ അച്ഛാ, എന്താ വിളിച്ചേ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദൻ അരികിലേക്ക് വന്നതും സേതുമാധവൻ ചോദിച്ചു, നന്ദ, ഇന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആകേണ്ടിയിരുന്ന ദിവസമല്ലേ? നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചസിലേക്കും അതുപോലെ തന്നെ നമ്മളെ അക്കമ്പനി ചെയ്യുന്ന മറ്റ് കമ്പനികളിലേക്കും ഒക്കെ ഇന്നല്ലേ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരുന്നത് എന്ന് നന്ദനോട് സേതുമാധവൻ ചോദിച്ചു. അത് കേട്ടത് നന്ദൻ പറഞ്ഞു, അച്ഛാ, അതിന് ഞാൻ ഇന്ന് ഓഫീസിൽ പോയിരുന്നില്ല. അത് മാത്രമല്ല, ഇതിനു വേണ്ടിയിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സച്ചിയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന എന്നറിയിച്ചു. അത് കേട്ടതും സേതുമാധവൻ ദേഷ്യത്തോടെ സച്ചിയെ വിളിച്ചു. സച്ചി അപ്പോഴേക്കും താഴേക്ക് എത്തി. എന്താ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് സേതുമാധവൻ അരികിലേക്ക് സച്ചി വന്നതും
സേതുമാധവൻ ചോദിച്ചു, സച്ചി ഇന്ന് നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ആകേണ്ടിയിരുന്ന ദിവസമല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ, ഞാൻ എന്റെ മക്കളുടെ കൈകളിലേക്ക് ബിസിനസ് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചത് എനിക്ക് അല്പനേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയാണ്. എന്നിട്ട് നിങ്ങൾ ഇതിലും വലിയ തലവേദനയാണോ എനിക്ക് വരുത്തി വെക്കുന്നത് എന്ന് ചോദിച്ചപ്പം സച്ചി നന്ദനോട് ചോദിച്ചു, എന്താ ഏട്ടാ, എന്താ പ്രശ്നം? അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, സച്ചി ഇന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആകേണ്ടിയിരുന്ന ദിവസമായിരുന്നില്ലേ, അക്കാര്യങ്ങളൊക്കെ നിന്നെ ഞാൻ ഏൽപ്പിച്ചതായിരുന്നില്ലേ, നീ അത് ചെയ്തില്ലേ എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു. ഉടനെ സച്ചി പറഞ്ഞു, ഞാനത് അനുപേട്ടനെ ഏൽപ്പിച്ചിരുന്നല്ലോ, അനുപേട്ടനാണ് ഇന്ന് ഫണ്ട് അയക്കാനായി പോയത് എന്നറിയിച്ചു. ഉടനെ തന്നെ നന്ദനും സച്ചിയും പരസ്പരം ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് സേതുമാധവൻ പറഞ്ഞു, വേഗം തന്നെ വിളിച്ച് കാര്യം അന്വേഷിക്ക്, എന്താ സംഭവിച്ചതെന്ന് ഉടനെ തന്നെ അറിയണം നന്ദൻ എന്ന് പറഞ്ഞ് നന്ദനെ വിളിച്ചതും നന്ദൻ വേഗം ഓഫീസിലേക്ക് വിളിച്ച് അന്വേഷിച്ചു. ഓഫീസിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചതും നന്ദൻ പറഞ്ഞു, ഇന്ന് ഫണ്ട് എവിടെയും ട്രാൻസ്ഫർ ആക്കിയിട്ടില്ല, എങ്ങോട്ടും ഫണ്ട് അയച്ചു പോയിട്ടില്ല എന്ന് നന്ദൻ അറിയിച്ചു. അപ്പോഴേക്കും സച്ചിയോട് ചോദിച്ചു, സച്ചി നീ എന്താണ് അത് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പം സച്ചി പറഞ്ഞു, ഞാനത് സ്റ്റാഫിന്റെ കയ്യിൽ കൊടുത്തതാണല്ലോ, അനുപേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട്. ഇന്ന് ഫണ്ട് എല്ലാം ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞ് ബാങ്കിൽ എത്തിക്കണമെന്ന് ഞാൻ അനുപേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചതായിരുന്നോ എന്ന് അന്വേഷിച്ചു. സച്ചിക്ക് ആകെ ടെൻഷനായി. അപ്പോഴേക്കും എത്ര രൂപയാ ഇന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പോയത് എന്ന് ചോദിച്ചപ്പോ 40 ലക്ഷം രൂപയാണ് എന്ന് സച്ചി സേതുമാധവനോട് പറഞ്ഞതും ഉടനെ അവന്തിക ചോദിച്ചു, 40 ലക്ഷം രൂപയോ? അത് കേട്ട ഉടനെ തന്നെ സന്ദീപ് പറഞ്ഞു, അല്ല അത് അനുപേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഇന്ന് ആ ബാങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്, കാര്യം അന്വേഷിച്ചാ പോരെ എന്ന് ചോദിച്ചപ്പോ ഉടനെ അനൂപേട്ടൻ അത് അടയ്ക്കാനായിട്ട് ബാങ്കിലേക്ക് പോയതായിരുന്നല്ലോ എന്നറിയിച്ചു. അപ്പോഴാണ് അവന്തിക പറഞ്ഞത്, അങ്ങനെ പോയതാണെങ്കിൽ ആ വഴി എന്താ പണവുമായി അനൂപ് പോയോ, നീ ഇങ്ങനെ നോക്കി നിൽക്കാറെ വേഗം അനൂപിനെ വിളിച്ച് കാര്യം അന്വേഷിക്കടാ എന്ന് സന്ദീപിനോട് അവന്തിക അറിയിച്ചു. സന്ദീപ് അനൂപിന്റെ ഫോണിലേക്ക് വിളിക്കാൻ ശ്രമിച്ചിട്ടും കോള് പോകാതെ അത് റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന കണ്ട് സന്ദീപിനാകെ ടെൻഷനായി. സന്ദീപ് പറഞ്ഞു, കോൾ എടുക്കുന്നില്ല, പരിധിക്ക് പുറത്താന്നാ പറയുന്നത്. അത് കേട്ട ഉടനെ അവന്തിക പറഞ്ഞു, ആ ബെസ്റ്റ്, കണ്ടില്ലേ പരിധിക്ക് പുറത്ത്, അനൂപ് ആ പണവുമായി പോയിട്ടുണ്ട്. ഇവിടെ 1.5 ലക്ഷം 1.5 കോടി ഇന്ന് തന്നെ അത് നഷ്ടമായെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെയല്ലേ സംശയിച്ചത്. അനൂപിന്റെ കാര്യം പണ്ടേ അനൂപ് പരിധിക്ക് പുറത്തായിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പൊ പിന്നെ ഇത്രയും വലിയ എമൗണ്ട് കൂടി കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാ ഇപ്പോ ഒന്ന് നേരെ നിൽക്കാൻ പോലും പണമില്ലാതിരിക്കുന്ന ആ അവസ്ഥയിൽ ഇത്രയേറെ പണം ഒറ്റ നിമിഷം കൊണ്ട് കയ്യിലേക്ക് വന്നപ്പോ അതുമായിട്ട് അനൂപ് എവിടെയെങ്കിലും മുങ്ങിയിട്ടുണ്ടാവും, അതാണ് തീർച്ച. ഇന്ന് 1.5 കോടിയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങളെല്ലാവരും എന്നെയല്ലേ സംശയിച്ചത്. ഇക്കാര്യം ഒരു കാര്യം ഉറപ്പാണ്, അനൂപാണ് ഈ പണം കൊണ്ടുപോയിട്ടുള്ളത്, അത് തീർച്ച. അനൂപിനെ വിളിച്ചാൽ കിട്ടാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഞാൻ ഇത് സത്യാവസ്ഥ ഇവിടെ പറഞ്ഞപ്പോ ഇവിടെ ആരും എന്നെ വിശ്വസിച്ചില്ലല്ലോ, എല്ലാവരും അനൂപിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നല്ലോ ചെയ്തത് എന്നൊക്കെ അവന്തിക അനൂപിനെ കുറ്റവാളിയാക്കിക്കൊണ്ടുള്ള സംസാരം അവന്തിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് കേട്ട ഉടനെ ആതിര പറഞ്ഞു, ഏടത്തി വെറുതെ എന്റെ ഏട്ടനെ ഇങ്ങനെ കുറ്റാരോപിതനാക്കണ്ട, ഏട്ടൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല, എന്റെ ഏട്ടന് അങ്ങനെയൊന്നും ചെയ്യാനും ആവില്ല. അനൂപേട്ടൻ എത്ര നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും ഒരിക്കലും പണമൊന്നും എന്റെ ഏട്ടൻ ഒരിടത്തൊന്നും മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞ് ആതിര വേഗം തന്നെ അനൂപിന്റെ ഫോണിലേക്ക് വിളിക്കാതെ നേരെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. അമ്മ കോൾ എടുത്തിട്ടും അമ്മേ അനൂപേട്ടൻ അവിടെയുണ്ടോ എന്ന് ആതിര അന്വേഷിച്ചു. അപ്പോഴേക്കും ഇല്ല എന്നുള്ള മറുപടി കേട്ടതോടെ ശരിയമ്മേ എന്ന് പറഞ്ഞ് ആതിര ഫോൺ വെച്ചു. അപ്പോഴേക്കും അവന്തി ചോദിച്ചു, എന്താ പറഞ്ഞത്, അനൂപ് ഇതുവരെയായിട്ടും ചെന്നിട്ടില്ല എന്ന് അല്ലെ? അതാ ഞാൻ പറഞ്ഞത്, അനൂപിനെ എന്തായാലും ഇനി കുറച്ചു ദിവസത്തേക്ക് പരിധിക്ക് പുറത്താണെന്ന് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്. കാരണം ഇത്രയും വലിയ എമൗണ്ട് അല്ലേ കയ്യിലേക്ക് കിട്ടിയത്, അപ്പൊ പിന്നെ അനൂപിനെ ആർക്കേലും വിളിച്ചാൽ കിട്ടുവോ? ഞാൻ അന്നേരം പറഞ്ഞതല്ലേ അനൂപിനെ ആരും വിശ്വസിക്കരുതെന്ന്. പക്ഷെ എല്ലാവരും എന്നെയാണ് അന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറായത്. ഇപ്പോ 1.5 കോടിയുടെ കാര്യം ഇപ്പൊ എന്തായി? അന്ന് 1.5 കോടി ഞാനാണ് ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് എല്ലാവരും എന്റെ മേലെ ആരോപണം ഉയർത്തിയതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ നന്ദൻ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ അനൂപ് ആ പണവുമായി പോയെന്ന് എന്ത് തെളിവാ നിന്റെ പക്കലുള്ളത്? 1.5 കോടിയുടെ കാര്യം പറഞ്ഞ് നീ വെറുതെ അനൂപിനെ ബ്ലെയിം ചെയ്യാൻ നോക്കണ്ട. ഒരു കാരണവശാലും അനൂപ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നീ വെറുതെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും നോക്കണ്ട അവന്തികെ എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, അതെ ആ 1.5 കോടി പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇപ്പതാ 40 ലക്ഷവും പോയി, അതിലും നിങ്ങൾക്ക് വേദന കാണില്ല. പക്ഷെ ഈ 1.5 കോടിയുടെ കാര്യത്തിലെ നിങ്ങൾക്കാർക്കും ടെൻഷൻ ഇല്ലെങ്കിലേ എനിക്ക് ടെൻഷനുണ്ട്. കാരണം അത് എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ആ മുതല്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഇങ്ങനെ ഒരു മോഷണം നടന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ അതല്ലേ സംഭവിക്കാറുള്ളത്. പിന്നെ ഈ അനൂപിന്റെ കേസിൽ എന്താ നിങ്ങൾക്കാർക്കും അതിനു മാത്രം ഒരു ബുദ്ധിയില്ലാത്തത്? അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഉടനെ തന്നെ പോലീസിൽ വിളിച്ച് കംപ്ലൈന്റ് അറിയിക്കച്ചാ.
പോലീസ് വന്ന് അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞു. സേതുമാധവനാകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോ അവിടെ താഴേക്ക് സ്നേഹയും അർച്ചനയും കൂടി ഇറങ്ങിയെത്തി. ഇരുവരും താഴേക്ക് വരുന്നത് കണ്ടതോടെ ആകെ ടെൻഷനിൽ എല്ലാരും നിൽക്കുന്നത് കണ്ട് അർച്ചനയോട് നന്ദൻ ചോദിച്ചു, അർച്ചനെ ഇന്ന് അനൂപ് വിളിക്കാൻ മറ്റോ ചെയ്തിരുന്നോ? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഇല്ല. എന്താ എന്താ നന്ദേട്ടാ, അനൂപ് നിന്നെ കാണാൻ മറ്റോ ചെയ്തോ അർച്ചനെ എന്ന് ചോദിച്ചു. ഇല്ല, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക വേഗം അനൂപിന്റെ കാര്യം പറയാനായിട്ട് അർച്ചനയോട് അവന്തിക പറഞ്ഞു, അതെ ഇന്ന് ബാങ്കിൽ അടയ്ക്കാനുണ്ടായിരുന്ന 40 ലക്ഷം രൂപയായിട്ടേ അനൂപ് മുങ്ങിയിരിക്കുകയാണ്. അനൂപിനെ വിളിച്ചിട്ട് ആർക്കും കിട്ടുന്നുമില്ല. 40 ലക്ഷം ഇന്ന് ബാങ്കിൽ അടച്ച് അത് നമ്മുടെ കമ്പനിയുടെ പല ബ്രാഞ്ചസിലേക്കും നമ്മുടെ അസോസിയേറ്റ്സ് കമ്പനികൾക്കുമൊക്കെ അയച്ച് അവർക്കും എത്തിച്ചേരേണ്ട തുകകളായിരുന്നു അതെല്ലാം തന്നെ. ആ ഫണ്ട് ഇന്ന് എത്താത്തത് കൊണ്ട് അനൂപ് അത് കൃത്യമായി എവിടെയോ അത് മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞിരിക്കുകയാണ് എന്ന് ചോദിച്ചതും പറഞ്ഞത്. ഉടനെ അർച്ചന ചോദിച്ചു, ഓ ഇന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടിയിരുന്ന 40 ലക്ഷം രൂപയുടെ കാര്യമാണോ ഏട്ടത്തി പറഞ്ഞു വരുന്നത്? ആ പണം എങ്ങും പോയിട്ടില്ല, അത് 1 രൂപ പോലും നഷ്ടമായിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ നന്ദൻ ആ അതിശയത്തോടെ നോക്കി. സേതുമാധവൻ എന്താ സംഭവിച്ചെന്നറിയാതെ അങ്ങനെ നിൽക്കുമ്പോ ആതിരിക്കും സച്ചിക്കും സന്ദീപിനും ഒക്കെ ആശ്വാസമായി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ ഞാൻ ആ 40 ലക്ഷത്തിന്റെ കാര്യം എന്താ ഇപ്പൊ സ്നേഹയോട് പറയുകയായിരുന്നു അല്ലേടി എന്ന് ചോദിച്ചതും സ്നേഹയാകെ അന്തിച്ചുകൊണ്ട് ആ അതെ എന്ന് പറഞ്ഞു. അല്ല അതെങ്ങനെ അർച്ചന നിന്റെ കയ്യിൽ ആ പണം വന്നത് എന്ന് ചോദിച്ചു. അർച്ചന പറഞ്ഞു, അതിൽ 1 രൂപ പോലും പോകാതെ എന്റെ കയ്യിൽ തന്നെ ഇരിക്കുക. അതെ ഇന്ന് അനൂപേട്ടൻ അത് ബാങ്കിലേക്ക് കൊണ്ടുപോകാൻ വന്ന സമയത്താണ് പെട്ടെന്ന് അനൂപേട്ടന് നീരേടത്തിന്റെ അമ്മയ്ക്ക് ഒരു നെഞ്ചുവേദന ഉണ്ടായെന്നും അതുകൊണ്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും എമർജൻസി ആയിട്ട് ചെല്ലണമെന്നും പറഞ്ഞു. അതുകൊണ്ട് നീരേടത്തെയും കൂട്ടി അനൂപേട്ടൻ അങ്ങോട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് ബാങ്കിൽ അടയ്ക്കേണ്ട തുക എന്നോട് ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാനത് അടയ്ക്കാനായി പോകാൻ റെഡിയായി വന്നപ്പോഴേക്കും എന്ത് പറയാനാണ്, ബാങ്കിലെ സമയവും കഴിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ആ പണം ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നു. അതാണ് പ്രശ്നമായത്. ഈ കാര്യം ഇത്രയും വലിയ പ്രശ്നമാക്കി ഇവിടെ മാറ്റുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. നാളെ ബാങ്ക് തുറന്നു കഴിയുമ്പോ കൊണ്ടേ അടയ്ക്കാന്ന് കരുതി, അതാണ് പറ്റിയത് എന്ന് പറഞ്ഞപ്പോ ഉടനെ അതാ സംഭവിച്ചെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ നിൽക്കുമ്പോ അവിടെ നിന്ന് നന്ദൻ പറഞ്ഞു, അതെ അത് ഇത്രയും വലിയ പ്രശ്നമായതല്ലോ, ഇവിടെ ആക്കിയതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർച്ചന അവന്തിയെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ മുമ്പ് തന്നെ ഏടത്തിയോട് പറഞ്ഞിട്ടുള്ളതാണ് കാള പെറ്റു എന്ന് പറഞ്ഞ് കയറെടുക്കാൻ ഇറങ്ങരുത് എന്ന്. എന്നിട്ട് ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അല്ല ഇക്കാര്യം ഓർത്ത് ആരും ടെൻഷൻ ആവേണ്ട, നാളെ രാവിലെ ഇതൊക്കെ ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, ഇപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ, അതാണ് ടെൻഷനായി പോയത്. സത്യത്തിൽ അനൂപിന് സംശയമുണ്ടായിട്ടല്ല, പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് അറിയണല്ലോ. അതുകൊണ്ട് തന്നെ സത്യത്തിൽ അർച്ചന പറഞ്ഞത് സത്യം തന്നെയാണ്. അവന്തികെ നിന്റെ ഓരോ ധാരണകളൊക്കെ അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായി ശ്രമിക്കരുത്. നീ ഓരോന്നും വിളിച്ചു പറയുമ്പോ അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വലിയ തെറ്റാണ്. നിന്റെ ആ വാക്കുകൾ വിശ്വസിച്ച് ഞാനിപ്പോ പോലീസിനെ മറ്റോ ഇൻഫോം ചെയ്തിരുന്നെങ്കിൽ എന്തായേനെ എന്ന് സേതുമാധവൻ അവന്തികയോട് ചോദിച്ചു. അപ്പോഴേക്കും അവന്തിക്ക് ആകെ സംശയമായി. ഇനിയെങ്കിലും നീ എന്തെങ്കിലും കേട്ടിട്ട് എടുത്തു ചാടാനായി നിൽക്കരുത്. അല്പം കൂടി ആലോചിച്ച് സാവകാശത്തിലും സമാധാനത്തോടെയും വേണം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയും വേണം എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ പറയാനും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനും എന്ന് സേതുമാധവൻ അറിയിച്ചു. അങ്ങനെ അവന്തികയെ താക്കീത് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാവരും സന്തോഷത്തോടെ അച്ഛൻ അങ്ങനെ ഒരു വാക്കെങ്കിലും അവന്തിക്ക് നേരെ പറഞ്ഞതിന്റെ സന്തോഷത്തങ്ങൾ നിൽക്കുമ്പോൾ സേതുമാധവൻ സച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, സച്ചി നീ ഇപ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് പറഞ്ഞേക്ക് നാളെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ആകുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സേതുമാധവൻ അവിടെ നിന്ന് പോകുമ്പോ അർച്ചന ആതിരയുടെ അരികിലേക്ക് ചെന്നു. ആതിരാകെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് അർച്ചന ചോദിച്ചു, എന്റെ മോളെ എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നമുക്ക് നമ്മുടെ ഏട്ടന്റെ സ്വഭാവം അറിയില്ലേ, ഏട്ടനെ കുറിച്ച് അറിയാവുന്നതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷനായത്? ഇനി മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ അവർക്ക് കൃത്യമായ മറുപടി നൽകത്തക്ക രീതിയിലുള്ള വാക്കുകൾ നീ നന്നായി ഓർത്തു വെച്ചു 4 എണ്ണം പറയാനായിട്ട്. അതിനുള്ള അവസരം ഈ ചേച്ചി തന്നെ മോൾക്കുണ്ടാക്കി തരുന്നതായിരിക്കും എന്ന് അർച്ചന വേഗം തന്നെ ആതിരയോട് പറയുമ്പോ അവന്തിയേക്കിട്ടുള്ള മറുപടിയാണ് എന്ന് മനസ്സിലായി. അവന്തിക്ക് അപ്പോഴേക്കും തീ പിടിച്ചതുപോലെ വേഗം കിച്ചണിലേക്ക് ഓടുന്നത് കണ്ട് നന്ദൻ അർച്ചനയെ നോക്കി. അർച്ചനയോട് വേഗം പിന്നാലെ പൊയ്ക്കോ എന്ന് കണ്ണുകൾ കൊണ്ട് ഒരു വാക്ക് പറഞ്ഞു. അത് കണ്ട ഉടനെ കണ്ണുകൾ കൊണ്ടുള്ള നന്ദന്റെ ആക്ഷൻ മനസ്സിലാക്കിയതോടെ അർച്ചന പിന്നാലെ പോകുന്നു. അപ്പോഴേക്കും നന്ദൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ അത് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ള സന്തോഷത്തിൽ നന്ദൻ അങ്ങനെ നിന്നു. അപ്പോഴാണ് അവന്തിക കിച്ചണിലേക്ക് എത്തി വേഗം തന്റെ ഫോൺ എടുത്ത്
കൃത്യമായി തന്നെ അനൂപിന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനായി ഏർപ്പാട് ചെയ്ത ആളുകളെ വിളിക്കുന്നു. അർച്ചന പിന്നാലെ എത്തി എന്താണ് അവന്തികയുടെ സംസാരമെന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. അവന്തിക ഫോൺ വിളിച്ച് അയാൾ വേഗം കോൾ എടുത്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ പണം അയാളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിരുന്നോ എന്ന് ചോദിച്ചു. എടുത്തു മേഡം, കൃത്യമായി തന്നെ എടുത്തു. അല്ല, അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിച്ചോ? നിങ്ങൾ കൃത്യമായി തന്നെ ആ പണമാണോ എടുത്തത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട ഉടനെ അയാൾ പറഞ്ഞു അതെ മേഡം, ആ 40 ലക്ഷം രൂപ ഭദ്രമായി തന്നെ ആ ബാഗ് ഞങ്ങളുടെ കയ്യിലുണ്ട് മേഡം എന്നറിയിച്ചു. ഉറപ്പാണല്ലോ അല്ലെ എന്ന് വീണ്ടും അവന്തിക ചോദിച്ചതും അതെ മേഡം. അല്ല, നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കുന്നത് കേട്ട് അവന്തികയോട് അയാൾ പറഞ്ഞു ഇല്ല മേഡം, ആ ബാഗ് ഇപ്പൊ തന്നെ വേണം മേഡത്തിന്റെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കാം എന്നറിയിച്ചു. അത് കേട്ട ഉടനെ അവന്തിക പറഞ്ഞു വേണ്ട വേണ്ട, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി, ഞാൻ പറയാം എപ്പോ കൊണ്ടുവരണമെന്ന്, അപ്പൊ കൊണ്ടുവന്നാൽ മതി എന്ന് അവന്തിക അറിയിച്ചു. അർച്ചന കൃത്യമായി അതെല്ലാം അവിടെ മറിഞ്ഞു നിന്ന് കേട്ടു. ഇതിന്റെ പിന്നിൽ അവന്തിക തന്നെയാ കളിച്ചതെന്ന് അർച്ചനയ്ക്ക് ബോധ്യമായി. അപ്പോഴേക്കും അവന്തിക ആലോചിച്ചു, അങ്ങനെ ആ 40 ലക്ഷം രൂപ അവരുടെ പക്കലുണ്ടെങ്കിൽ പിന്നെ 40 ലക്ഷം രൂപ എങ്ങനെ അർച്ചനയുടെ കയ്യിൽ വന്നു, അതെങ്ങനെ സംഭവിച്ചു എന്നായി അവന്തികയുടെ ആലോചന. അപ്പോഴേക്കും അർച്ചന അതിനെക്കുറിച്ച് ആലോചിച്ചങ്ങനെ നേരെ റൂമിലേക്ക് എത്തിയതും ആതിര അരികിലേക്ക് എത്തുന്നു. ഏട്ടത്തി, അച്ചുചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ചുചേച്ചി പറഞ്ഞില്ലേ അനൂപേട്ടൻ ആ പണം ചേച്ചിയുടെ കൈ തന്നിട്ടുണ്ടെന്ന്, സത്യത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചതാണോ? അനൂപേട്ടൻ ആ പണം ചേച്ചിയുടെ കൈ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അർച്ചന ആകെ ടെൻഷൻ അടിച്ചേക്കുന്നത് കണ്ട് ആതിര ചോദിച്ചു ചേച്ചി ആ പണം കയ്യിൽ കിട്ടിയിട്ടുണ്ടോ അതോ ചേച്ചി വെറുതെ പറഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു അതെ മോളെ, ഞാൻ വെറുതെ കളവ് പറഞ്ഞതാ, സത്യത്തിൽ ആ പണം ഏട്ടന്റെ കയ്യിൽ നിന്ന് മോഷണം പോയി. അത് കേട്ടതും ആതിര ചോദിച്ചു ചേച്ചി എന്ത് മണ്ടത്തരായി കാണിച്ചത്, ആ പണം ചേച്ചിയുടെ ഭദ്രമായിട്ടുണ്ടെന്ന് എല്ലാവരോടും പറയുകയും ചെയ്തു, ഇനിയിപ്പോ നാളെ ആ പണം കയ്യിലില്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് ട്രാൻസ്ഫർ ചെയ്യും എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു ഇക്കാര്യം കൃത്യമായി അറിയാവുന്ന നന്ദേട്ടനാണ്, നന്ദേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞതും ഇതുപോലെയെല്ലാം ചെയ്തതും. ആ പണം അവന്തികേട്ടത്തിയാണ് ഏട്ടന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നത്. അവന്തികേട്ടത്തി പറഞ്ഞിട്ട് അവന്തികേട്ടത്തിയുടെ ആളുകളാണ് ഏട്ടന്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുത്തത്. അത് കേട്ട ഉടനെ ആതിര പറഞ്ഞു എന്റെ അച്ചുചേച്ചി ഇതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ സ്ത്രീയെ പോലെ ഒരാളെ ഇങ്ങനെ ഏട്ടത്തിയെന്ന് വിളിക്കേണ്ടി വന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ആപത്ത്. അവരെ ഒരു സ്ത്രീയല്ല, ശരിക്കും ഒരു രാക്ഷസിയാണ്. അവരെ പോലെ ഒരാളെ എപ്പോഴും എപ്പോഴും എടുത്തിയെന്ന് വിളിക്കേണ്ടി വരുന്നുണ്ടല്ലോ, അത് തന്നെ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടിയായി പോയി എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു മോളെ നീ സമാധാനപ്പെട്, ഇക്കാര്യത്തിൽ നന്ദേട്ടൻ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തും. നമ്മുടെ ഏട്ടൻ നിരപരാധിയാണെന്ന് നമുക്ക് ഉറപ്പാണല്ലോ, അതുകൊണ്ട് ദൈവം തന്നെ എന്തെങ്കിലും ഒരു പോംവഴി ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കായി രക്ഷപ്പെടാനും നമുക്ക് വഴിതെളിക്കാനുമായി ദൈവം തന്നെ ഓരോ പോംവഴി നമുക്ക് കാട്ടിത്തരും. അതുപോലെ തന്നെ ഈ അവസ്ഥയിലും ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഒരുക്കി തരുമെന്നാണ് എന്റെ വിശ്വാസം. അനൂപേട്ടൻ നിരപരാധിയാണെന്നും അനൂപേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വീട്ടിലുള്ളവർക്കും അറിയാം. എന്നാൽ നാളെ തന്നെ ഈ അവന്തിക എന്ന് പറയുന്ന ആ ഏട്ടത്തിയുടെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കൂടി നമുക്ക് ഈ വഴി കൊണ്ട് സാധിക്കുമെന്നാണ് നന്ദേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നാളത്തെ ഒരു ദിവസം അവന്തികയ്ക്ക് ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരുന്നതിന്റെ ദിവസമാണ് എന്ന് അർച്ചന ആതിരയെ സമാധാനിപ്പിക്കുന്നു.